അപ്പോഴേ ഈ കുളം കണ്ടോ? മത്സ്യക്കുഞ്ഞുങ്ങളും തവളക്കുഞ്ഞുങ്ങളും നീന്തി തുടിക്കുന്ന എൻ്റെ കൊച്ചു കുളം. ഒരു 14 വർഷമായി കേട്ടോ. അപ്പോൾ ഈ കുളം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ചെറിയ കുളം. അപ്പോൾ അതിനകത്ത് വേരുകളുണ്ടോ? ആലിൻ്റെ വേരാണ്. ഞാനതിങ്ങനെ വിളിച്ച് കൊണ്ടുവന്ന് വെച്ചേക്കാം. മേഘാലയയിലെ ലിവിങ് റൂട്ട് ബ്രിഡ്ജ് പോലെ ആക്കാനാണ് കേട്ടോ. ചുമ്മാ പറഞ്ഞതാണ്, അങ്ങനെയൊന്നുമല്ല. അത് ഞാനിങ്ങനെ വളർത്തിക്കൊണ്ട് വന്നത് കണ്ടോ. നല്ല പഴക്കമുണ്ട് അതിന്. 14 വർഷത്തോളം ആയി കേട്ടോ. ഒരു പേര് കണ്ടാൽ തന്നെ അറിയില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് മലരിക്കയെന്ന് കൊണ്ടുവന്ന് ആമ്പലായിട്ടേക്കുന്നത്. പിന്നെ ഇതുകൊണ്ടോ, ഇത് ഒരു ഉള്ളിച്ചെടി. ഇതിൽ മിക്കവാറും പൂവുണ്ടാവും. ഇതുപോലെ ചെണ്ട് പോലെ പൂവുണ്ടാവും. നല്ല മനോഹരമാണ് കേട്ടോ. അത് ഞാൻ ഇടുക്കിയിൽ നിന്ന് കൊണ്ടുവന്നത്. പിന്നെ ഇത് ഞാൻ മേടിച്ച ഒരു ചെടിയാണ്. നല്ല പൂവ്, അതിൻ്റെ മഞ്ഞയും ഓറഞ്ചും കളർ പൂക്കൾ മിക്സ് ചെയ്ത്. പേരൊന്നും അറിയത്തില്ല, മറന്നുപോയി. പിന്നെ എൻ്റെ ആന്തൂറിയം എനിക്ക് കുറച്ചുണ്ടായിരുന്നേ, കുറേ വെറൈറ്റീസ്. ഞാൻ കുറച്ച് നാൾ ഇല്ലായിരുന്നത് കൊണ്ട് അതെല്ലാം പോയി, എന്തൊക്കെയോ തിന്നൊക്കെ പോയി. അപ്പം എന്നാലും കുറേയൊക്കെ ഇങ്ങനെ ഇത്രയൊക്കെ ആയി വരുന്നു. ഇനിയുണ്ട്, എല്ലാം നന്നാക്കി എടുക്കണം. മഴ കാരണം ഒന്നും നടക്കുന്നില്ല. പിന്നെ ഇതൊരു ചുവന്ന ചെടി എന്തോ ആണ്. പിന്നെ ഇത് എൻ്റെ ഡെൻഡ്രോബിയോ ആണ്. ഡെൻഡ്രോബിയോ ഇങ്ങനെ പൂത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ യായായോ എന്ന് പറയുന്നതൊക്കെ ഉണ്ട് ഇപ്പം. യായ പൂത്തിട്ടുണ്ട്. എൻ്റെ നാടൻ അഡീനിയം പൂത്ത് നിൽക്കുന്നത് കണ്ടോ. അതുപോലെ തന്നെ എൻ്റെ മിനിയേച്ചർ ഫെലനോപ്സിസ് നോക്കി പുതിയ തൈ വന്നുണ്ടോ. ആ സ്പൈക്കിൽ നിറച്ച് പൂവായിരുന്നേ. പൂ ഒഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താണ്ട് പുതിയ തൈ വന്നു. അതിൻ്റെ ഒരു സൈഡിൽ ഏതാണ്ട് പുതിയ മൊട്ടും വരുന്നുണ്ട്. ഉണ്ടോ? കൊള്ളാം അല്ലേ? കാശ് മുടക്കാതെ നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കാം. പുതിയ ഫെലനോപ്സിസ് എനിക്ക് കിട്ടി. അല്ലെങ്കിൽ 550 രൂപയൊക്കെ മുടക്കണ്ടേ? ഇപ്പോൾ 600 ആണോ എത്രയാണെന്ന് അറിയില്ല. ഞാനിത് വാങ്ങിക്കുമ്പോൾ 550 ആയിരുന്നു. അതുകൊണ്ടോ അടുത്ത മിനിയേച്ചറിലും വന്നു, ഇതിലും വന്നു. അതുപോലെ തന്നെ സ്പൈക്ക് പൂ ഒഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിൽ നിന്ന് പുതിയ ചെടിയുണ്ടായി. കൊള്ളാം.